കാര്യത്തിൽ പൊതുജനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ, പക്ഷേ ഈ ആശുപത്രി ഉൾപ്പെടെ അത്യാവശ്യ മേഖലകൾ എങ്ങനെ ഈ പവർ കട്ട് ബാധിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധയൊക്കെ സർക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ശ്രദ്ധ വേണ്ടതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇതൊരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ്. അവിടെ നടക്കുന്ന ഈ ശസ്ത്രക്രിയകൾ എന്ന് പറഞ്ഞാൽ അതിന് എത്രമാത്രം വലുതായിരിക്കും ചെറുതായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. അവിടെ ഈ വാർത്തകൾ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം മെഡിക്കൽ കോളേജിലോ ജില്ലാ ആശുപത്രിയിലോ ഒക്കെ ഒരു ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു മുറിവ് തുന്നിക്കെട്ടിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ മറ്റൊരു ഏതോ വലിയ മേജർ ഓപ്പറേഷൻ മുടങ്ങിയതുപോലെ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നൊന്ന് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഇതിനകത്ത് നേരത്തെ നൗഫൽ പറഞ്ഞതുപോലെയാണ്, ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു കാര്യത്തോട് പ്രതികരണം നടത്തുമ്പോൾ അതിലെ ഓരോ വരികളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രതികരണം തന്നെ നിങ്ങൾ മുഴുവൻ കണ്ടു നോക്കൂ. അവിടെ ജനറേറ്റർ ഉണ്ടായിരുന്നുവെന്നും ആ ജനറേറ്റർ 2 ദിവസമായി പ്രവർത്തിക്കുന്നില്ല എന്നും അതാണ് പ്രശ്നമെന്നും ഉള്ള അതിൻ്റെ വസ്തുതകളെല്ലാം പറഞ്ഞ ശേഷം പറയുന്ന ഒരു കമൻ്റാണ് ഇത്. അരമണിക്കൂറല്ലേ പവർ കട്ട്, അതിനുശേഷം നടത്തിയാൽ പോരെ എന്ന ചോദ്യം. ആ ചോദ്യം ഒരു മന്ത്രി പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും പിന്നീട് പ്രതിഫലിക്കുക, പ്രത്യേകിച്ച് അടിമുടി രാഷ്ട്രീയമായ ഒരു സമൂഹത്തിൽ എന്ന കാര്യം ഒരു മന്ത്രി ആലോചിക്കേണ്ടതാണ്. അവിടെ കെ മുരളീധരന് പിഴച്ചിട്ടുണ്ട്. പിന്നെ പവർ കട്ട് എന്നത് സംസ്ഥാനത്തെ യാഥാർത്ഥ്യമാണ്. രാജ്യത്താകമാനം വൈദ്യുത പ്രതിസന്ധി നിലനിൽക്കുകയാണ്. കേരളമാണെങ്കിൽ കഴിഞ്ഞ മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയത് കൊടുത്തു തീർക്കേണ്ട സമയം കൂടിയാണ്. അതിനൊപ്പമാണ് നമ്മൾ പ്രതീക്ഷിച്ച മഴയില്ല. സ്വാഭാവികമായി നമ്മുടെ വൈദ്യുത ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്നു. ഇതിന് പരിഹരിക്കാൻ പുറത്തു നിന്നാണ് വൈദ്യുതി വാങ്ങേണ്ടത്. അത് നമ്മുടെ പീക്ക് സമയങ്ങളിൽ ആവശ്യത്തിന് വേണ്ടത് കിട്ടുന്നില്ല. ഇവിടെ പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് എന്നൊക്കെ വിളിക്കുന്ന പല പേരുകളിൽ വിളിക്കുന്ന വൈദ്യുതി നിയന്ത്രണം വേണ്ടി വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അതായത് ഈ പവർ കട്ടിൻ്റെ അളവ് വേണമെങ്കിൽ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് കുറയ്ക്കാൻ കഴിയും, നമ്മുടെ വീട്ടിലെ തന്നെ ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ട്. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തേക്ക് ഇത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എല്ലാ കാലത്തും നിങ്ങൾ AC 20 ഡിഗ്രി 25 ഡിഗ്രിയിൽ ഇട്ടോളൂ, അല്ലെങ്കിൽ നിങ്ങൾ മിക്സി പ്രവർത്തിക്കരുത്, അല്ലെങ്കിൽ രാത്രി ഫാൻ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോവുക എന്നുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭാവി കൂടി മുന്നിൽ കണ്ടുള്ള പദ്ധതികൾ കേരളം ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. അത് കേരളത്തിൻ്റെ ഒരു ഭൗമശാസ്ത്ര സാഹചര്യത്തിൽ എങ്ങനെ പറ്റും എന്നതൊക്കെ ആലോചിച്ചുകൊണ്ട് വേണം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ നടപ്പാക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടും. ഏതെങ്കിലും മന്ത്രിയുടെ വാക്കുകളിൽ പിടിച്ചുകൊണ്ട് അത് ശരിയോ തെറ്റോ എന്ന ചർച്ചകൾ ഇങ്ങനെ നടക്കും. അതിനെ അതാത് സമയത്ത് മറുവശത്തുള്ള പ്രതിപക്ഷം വിമർശിച്ചു കൊണ്ടിരിക്കുന്ന പതിവ് കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ 10 വർഷം വൈദ്യുതി വിതരണം ഏതൊക്കെ ഘട്ടത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ ഇപ്പോൾ ഭരണപക്ഷത്തായിരുന്ന അന്നത്തെ പ്രതിപക്ഷം വിമർശിച്ചിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, എല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നേരെ തിരിച്ച് ആവർത്തിക്കപ്പെടുന്നു. ഇങ്ങനെ ഈ കലാപരിപാടി ആവർത്തിക്കാതിരിക്കാൻ കേരളം എന്ത് ഭാവിയിലേക്ക് ചെയ്യാൻ കഴിയും എന്ന കൂടുതൽ ബൃഹത്തായ ആലോചനകൾ, അതിനനുസരിച്ചുള്ള പദ്ധതികളുടെ രൂപീകരണം നടത്തുക എന്നുള്ളതായിരിക്കും നല്ലത്.